സാർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് വിക്കിന്റെ താഴെയാണോ അതോ ആ ബോഡിയുടെ ഏറ്റവും താഴെയാണോ മാർക്ക് ചെയ്യേണ്ടത്? ബോഡിയാണ് മാർക്ക് ചെയ്യേണ്ടത്, വിക്ക് കൂട്ടുന്നത്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാലോ? സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ഓപ്പണും ക്ലോസും ആണ് മാർക്ക് ചെയ്യുന്നത്. ഓപ്പൺ എപ്പോഴും റെഡ് കളറിൽ മാർക്ക് ചെയ്യുക, ക്ലോസ് എപ്പോഴും ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുക. ആ ഓപ്പൺ ആയിരിക്കും, റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ഓപ്പൺ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരാം. അതിനുശേഷം നമ്മൾ 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ ട്രേഡ് എടുക്കണം എന്നില്ല, സംഭവം താഴത്തേക്ക് പോകണം പോട്ടെ, ആ ബാരിയർ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം 3 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ വേണം നമ്മൾ ഷോർട്ട് ചെയ്യാൻ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ സെല് ചെയ്യാൻ അല്ലെ? നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ സെല് ചെയ്യുന്നതിനാണ് ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അളന്നു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന ടൂളാണ്. അപ്പൊ ഈ ടൂള് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ലെഫ്റ്റ് സൈഡിലെ ടൂൾ സെക്ഷനിൽ മുകളിൽ നിന്നിട്ട് അഞ്ചാമത്തെ സെക്ഷനിൽ ആദ്യത്തെ ടൂള് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു ബൈ സെറ്റപ്പിന്. ലോങ് പൊസിഷൻ, ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യുക, ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ സെല് ചെയ്യുക അല്ലെ? അപ്പൊ ആ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തിട്ട് അത് വൺസ് നിങ്ങളുടെ ഫേവറേറ്റിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഫേവറേറ്റ് ടൂൾസുകളാണ് അടിയിൽ കാണുന്നത്. ആ ഒരു ബാർ കിട്ടണമെങ്കിൽ ഈ ഒരു നക്ഷത്രം ഓൺ ചെയ്യണം. ഓക്കെ, അതിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പൊ നമ്മൾ ആ ആദ്യത്തെ 5 ക്യാൻഡലിന്റെ ഓപ്പണും ക്ലോസും ആണ് മാർക്ക് ചെയ്തത്. 6ാമത്തെ ക്യാൻഡില് ഈ ബ്ലൂ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്താലേ നമുക്ക് സെല് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല് ചെയ്യരുത്, ക്ലോസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ റെഡ് ലൈനിൽ വെക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും ഷോർട്ട് ചെയ്യുന്നത് എക്സാക്ട്ലി ആ ബ്ലൂ ലൈനിൽ നിന്നല്ല, അതിന് കുറച്ച് താഴെ ആയിരിക്കും എപ്പോഴും അല്ലെ? അപ്പോൾ നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഷോർട്ട് പൊസിഷൻ ടൂളിന്റെ മധ്യമാണ് എൻട്രി. അപ്പൊ അത് ഇവിടെ പ്രൈസ് അറിയണമെങ്കിൽ 1261.15 അല്ലെ? അതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഇവിടെ ഗ്രേ കളറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രീൻ ഏരിയ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ റിസ്റ്റ് റിവാർഡ് 1 വരുന്നവരെ സ്ട്രെച്ച് ചെയ്യാം. അതായത് മുകളിലും സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം നമുക്ക് ഒരു 17 രൂപയാണെങ്കിൽ, അപ്രോക്സിമേറ്റ്ലി 17 രൂപയാണെങ്കിൽ ടാർജറ്റിലേക്കുള്ള ദൂരവും നമ്മുടെ 17 രൂപ അല്ലെ? ഒരു സെക്കൻഡ് സാർ, ഇപ്പൊ പ്ലേസ് ചെയ്തത് അത് എത്രാമത്തെ ക്യാൻഡിലാണ് അതിന്റെ മിഡിൽ പ്ലേസ് വരേണ്ടത്? നമ്മൾ ആ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന മാർക്കിംഗ് ഇപ്പൊ നമ്മുടെ ഈ ബ്ലൂ ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ഇല്ലേ, 9:30 ക്യാൻഡില്, ഈ ക്യാൻഡില് അതാണ് 9:30 മുതൽ 9:33 വരെയുള്ള ക്യാൻഡിൽ. ചിലപ്പോ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെന്നില്ല, അടുത്ത ക്യാൻഡിലായിരിക്കും, ആ ക്യാൻഡിലിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുക. അടുത്ത 3 മിനിറ്റിന്റെ ക്യാൻഡിലായിരിക്കാം ക്ലോസ് ചെയ്യുക, ചിലപ്പോൾ 3ാമത്തെ 3 മിനിറ്റിന്റെ ക്യാൻഡിലായിരിക്കാം താഴെ ക്ലോസ് ചെയ്യുക. ഏത് ക്യാൻഡിലാണോ ഈ ബ്ലൂ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ എൻട്രി. അതെ, അപ്പൊ എപ്പോഴും ഇവിടെ തെറ്റാൻ സാധ്യത, നമ്മൾ എൻട്രി ചെയ്തത് ഒരിക്കലും ബ്ലൂ ലൈനിലാണെന്ന് വിചാരിക്കരുത്. ഇത് കുറച്ച് ഡിലേ ആയിരിക്കും, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എൻട്രിയിൽ നിന്നിട്ട് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അതേ ദൂരം തന്നെയാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം റുപ്പീസ് കണക്കിന് ഇവിടെ നോക്കിയിട്ട് സെയിം റുപ്പീസ് തന്നെ ഇവിടെ വെക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി ഈസി ഈ സെന്ററിൽ 1 എത്തുന്ന വരെ സ്ട്രെച്ച് ചെയ്യാണ്. 1 കൃത്യം 1ൽ പിടിക്കാൻ പറ്റണമെന്നില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് സൂം ചെയ്തിട്ട് 1 ആക്കാൻ നോക്കാം. ഒരു പോയിന്റ് 2 പോയിന്റ് അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല അല്ലെ? ഓക്കെ, അപ്പോ ഇപ്പൊ 1.01 കാണിക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ ആണ്. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചിടുക. അതിനുശേഷം നമ്മൾ ഇവിടെ ടാർജറ്റും കൂടി പ്ലേസ് ചെയ്യുക, ടാർജറ്റും കൂടി വരച്ചിടുക. അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ വൺസ് ഫ്ലുവന്റ് ആയി കഴിഞ്ഞതൊന്നും വരയ്ക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് നേരെ ഫസ്റ്റ് സ്റ്റോക്കിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോകുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എന്താ, ഇവിടുന്ന് നേരെ ഈ വാല്യൂസ് നോക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആദ്യത്തെ ഒരു 1-2 ആഴ്ച നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രേഡ് ചെയ്ത് ശീലിക്കുക. അപ്പൊ അവിടെ പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുന്നുള്ളതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ട, ആ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം അല്ലെ? ഫസ്റ്റ് സ്റ്റോക്കിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം നോക്കാം. അപ്പോ ഇപ്പൊ ഓൾറെഡി നമ്മൾ ട്രേഡ് എടുക്കേണ്ട സ്ഥലത്ത് നിന്ന് ഒരുപാട് വൈകി പോയി. നമുക്ക് ആക്ച്വലി ആ ഒരു മൊമെന്റിൽ തന്നെ ട്രേഡ് എടുക്കണമെങ്കിൽ ഇതിൽ നല്ല ഫ്ലുവൻസി വേണം അല്ലെ? നിങ്ങൾ കുറച്ച് ദിവസം ഇത് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ലാഭവും നഷ്ടവും നോക്കണ്ട, ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി വെച്ച് നിങ്ങൾ ഇത് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 4-5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ
ആ വരലും ഫ്ലുവന്റ് ആവും. ഫസ്റ്റ് സ്റ്റോക്ക് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ 15 മിനിറ്റ് ഏതാണ്, 3 മിനിറ്റിന്റെ കാൻഡിൽ ഏതാണെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യാണ്ട് അതിന്റെ ഓപ്പൺ എവിടെയാണ്, ക്ലോസ് എവിടെയാണ്, നമ്മൾ എവിടെയാണ് എൻ്റർ ചെയ്തേക്കണം, സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്ര, ടാർഗറ്റിലേക്കുള്ള ദൂരം എത്ര, ഇതൊക്കെ പ്ലേസ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് ആ കൂടി മാർക്ക് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ മാത്രമേ മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി ലൈൻസുകളൊന്നും പിന്നീട് നിങ്ങളൊന്ന് ഫ്ലുവന്റ് ആയി കഴിഞ്ഞാൽ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി ഇതേ കാര്യം തന്നെ ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ പോകും. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോയി നമ്മുടെ ഈ സ്റ്റോക്കിന്റെ പേര് നിങ്ങൾ സിസ്റ്റത്തിലാണ്, കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലെ. സ്പെല്ലിംഗ് തെറ്റാതെ ആക്സിസ് ബാങ്ക് കോപ്പി ചെയ്തു, നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിൽ സെലക്റ്റിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്തു. നമ്മളത് ഇൻട്രാഡേ എന്ന് പറഞ്ഞൊരു വാച്ച് ലിസ്റ്റ് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ആ ഇൻട്രാഡേ വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ ഇത് ആദ്യം തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഗും അമർത്താം, ആഡ് ചെയ്തു. നമുക്കിത് ആഡ് ചെയ്യുന്ന നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് എസ് അമർത്താം. ഓക്കെ, ഇപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ സ്റ്റിൽ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമുക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് സെല്ല് ചെയ്യാം. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കേണ്ടത് അവിടെ തന്നെ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, കുറച്ച് വൈകിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ചെറുതായിട്ടൊന്ന് വൈകി കഴിഞ്ഞാൽ റിസ്റ്റ് റിവാർഡിൽ വലിയ മാറ്റം വരും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ, അത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തന്നെ 1 മിനിറ്റ് ഡിലേ ഇല്ലാതെ ആദ്യത്തെ ആ പിന്നത്തെ മിനിറ്റിൽ തന്നെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്കിനി എന്താണ്, നമ്മൾ ഏത് ഓർഡർ ഇട്ടിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞത്? ലിമിറ്റ് ഓർഡർ ആണോ, മാർക്കറ്റ് ഓർഡർ ആണോ, SLM ഓർഡർ ആണോ? ഏത് ഓർഡറാണ് നമ്മൾ ഇടേണ്ടത് ഷോർട്ട് ചെയ്യാൻ? ഇൻട്രാഡേയിലേക്ക് മാറ്റണ്ടേ ആദ്യം? ഇൻട്രാഡേയിലേക്ക് മാറ്റണം. അതിനു മുമ്പ് ഓർഡർ ടൈപ്പ് ഏതാണ്? ഇൻട്രാഡേയിലേക്ക് മാറ്റണം. മാർക്കറ്റ് അല്ലെ. അപ്പൊ തെറ്റരുത്. ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പ്രൈസ് എത്തിയാൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇടുക. അതുപോലെ തന്നെ സെല്ല്, ഇൻട്രാഡേ അല്ലെ. അപ്പൊ ഇവിടെ എത്ര ക്യാപിറ്റൽ വേണമെന്ന് നോക്കുക. ആക്സിസ് ബാങ്കിന്റെ ആക്ച്വൽ വില ഇതാണ് അല്ലെ. എത്ര ക്യാപിറ്റൽ വേണമെന്ന് നോക്കുക. ഈ ക്യാപിറ്റൽ ഇപ്പൊ ഇൻട്രാഡേ ആണെങ്കിൽ അത് തന്നെ കുറവ് എടുക്കുള്ളൂ. ആക്ച്വൽ വേണ്ട ക്യാപിറ്റലിനേക്കാളും കുറച്ച് കുറവ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുശേഷം സെല്ല് കൊടുക്കാം. അപ്പോ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണണം. ഓർഡർ പെൻഡിങ് എന്ന് കണ്ടാൽ നിങ്ങൾ ലിമിറ്റ് ഓർഡർ മാറ്റി മാർക്കറ്റ് ഓർഡർ ആക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാല് ഇത് ഓൾറെഡി പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഈ ട്രേഡ് ഓൾറെഡി എക്സിക്യൂട്ട് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ആക്സിസ് ബാങ്ക് ഇൻട്രാഡേ -1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്, അതായത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് 0.10 പൈസ ലാഭത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലാഭം നഷ്ടം നിന്ന് നോക്കാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ഒരുപാട് വൈകിട്ടാണ് വിറ്റിരിക്കുന്നത്. എനിവേ, ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ ആ എക്സിക്യൂട്ട് ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേ ക്വാണ്ടിറ്റി ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെല്ല് പൊസിഷൻ സെല്ല് എത്ര മണിക്കാണ്? 9:48. ഇനിയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുന്നത്. അപ്പൊ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കണമെങ്കിൽ ഒരിക്കലും ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 3 ഡോട്ട് തെറ്റരുത്. ഇവിടെ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പൊസിഷൻസിന്റെ ഉള്ളിൽ 3 ഡോട്ടിൽ പോകണം. ഈ 3 ഡോട്ടിൽ പോകണം. അതിനുശേഷം നമ്മൾ എക്സിറ്റ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. എക്സിറ്റ് കൊടുക്കുമ്പോൾ ബൈ ആണ് ഓട്ടോമാറ്റിക് വരിക. ഇപ്പൊ നമ്മൾ കാരണം സെല്ലല്ല ചെയ്തേക്കണേ. അപ്പൊ ആ ട്രേഡ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് തിരിച്ചു വാങ്ങാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരിക്കലും മാർക്കറ്റ് ഓർഡർ ഇടരുത്. കാരണം എന്താ? ഇവിടെയല്ല നമുക്ക് വാങ്ങേണ്ടത്. എപ്പോഴാണ് വാങ്ങേണ്ടത്? നമുക്കൊരു സ്റ്റോപ്പ് ലോസിലേക്ക് എത്തിയതിന് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എടുത്ത പ്രൈസിന് മുന്നിലാണ് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് അല്ലെ. എത്രയാണ്? 1278 രൂപ 10 പൈസ. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് സ്റ്റോപ്പ് ലോസ് ഇടണമെങ്കിൽ ഇതിൽ ഏത് ഓർഡറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? SLM അല്ലെ. SLM ഓർഡർ ചൂസ് ചെയ്യുക. മൊബൈലിലാണെങ്കിൽ SLM ഓർഡർ കാണാൻ പറ്റില്ല. SLL എന്ന് പറയുന്ന ഓർഡർ തന്നെ ഉണ്ടാവുള്ളൂ. SLM ഓർഡർ ചൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് 4 എണ്ണം അതുപോലെ കാണാൻ പറ്റില്ല. അതിന് വരെ എന്താണ് ചെയ്യേണ്ടത്? ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടായിരിക്കും, അതിൽ ചെക്ക് ചെയ്യുക, അതായത് ടിക്ക് ഇടുക. SLL ചൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ടിക്ക് ഇടുക. അപ്പോഴാണ് SLM വരുന്നത് മൊബൈലില് അല്ലെ, ആൻഡ്രോയിഡിൽ. അപ്പൊ അതിനുശേഷം ഇൻട്രാഡേ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും, കാരണം നമ്മൾ ഈ പൊസിഷനിൽ നിന്ന് തന്നെയാണ് എടുത്തത് അല്ലെ. അപ്പോ തിരിച്ച് ബൈ ബട്ടൺ അമർത്താം. ബൈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കരുത്, പെൻഡിങ് എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്.
കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതൊരു മിസ്റ്റേക്ക് ആണ്. എന്താണ്, നമ്മൾ SLM ഓർഡർ ആക്കാൻ മറന്നുപോയി, മാർക്കറ്റ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. SLM ഓർഡർ ആക്കാൻ മറന്നുപോയി മാർക്കറ്റ് ഓർഡറിൽ കിടക്കുകയാണെങ്കിൽ ഇത് അപ്പൊ തന്നെ എക്സിക്യൂട്ട് ആവും, അപ്പൊ തന്നെ നമ്മളുടെ ഈ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, ഡൺ കൊടുത്തു. ആ പറഞ്ഞു. നിങ്ങൾ മൈക്രോഫോൺ നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്ത് വെക്കുക, ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ആരെന്താ ചോദിച്ചല്ലോ? ഞാൻ ശ്രീഷ്ണു ആ ചോദിച്ചു. അത് എടുത്തിട്ട് ആക്സിഡന്റ് എടുത്തിട്ട് ആരാണ് ചോദിക്കുന്നത്? സക്കീറാണോ സംസാരിക്കുന്നത്? ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒന്ന് മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യാവോ? ആ പറഞ്ഞു. ക്ലിയർ ആയി പറഞ്ഞു. ചോദിച്ച ആള് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ബാക്കി എല്ലാവരോടും മ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ചോദിച്ച ആള് കണ്ടിന്യൂ ചെയ്തോ. പറഞ്ഞു. ആരാണ് സംശയം ചോദിച്ചത്? പോയോ? ഓക്കെ, അപ്പോ സ്റ്റോപ്പ് ലോസിന്റെ എമൗണ്ട് ഒന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ലോസിന്റെ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഇവിടെ നോക്കാം. ഈ റെഡ് ലൈൻ, അതായത് ആദ്യത്തെ 15 മിനിറ്റിന്റെ ഓപ്പൺ പ്രൈസ് 1278 രൂപ 10 പൈസ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ടാർജറ്റ് വെക്കണം. ടാർജറ്റ് വെക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? അപ്പൊ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 2 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുന്നു എന്നോടും പറയൂ. ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നില്ലേ? സ്റ്റോപ്പ് ലോസ് മനസ്സിലായോ? സാറേ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇൻട്രാഡേ സെലക്ട് ചെയ്തു, അതിനകത്ത് മറ്റേ പൊസിഷനില് അതിനകത്ത് മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് മാർക്കറ്റ് എന്ന് പറയുന്ന പേജ് വന്നു, ക്രെഡിറ്റ് പേജ് വന്നു. ഇതില് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ സ്റ്റോപ്പ് ലോസും ടാർജറ്റും? അതാണോ കൺഫ്യൂഷൻ? അതോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിൽ വെക്കുന്ന കാര്യമാണോ? സെറ്റ് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് സ്റ്റോക്കിൽ വെക്കുന്ന കാര്യമാണോ? അതെ. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്കില് നമ്മൾ പൊസിഷൻസിലേക്ക് പോവാം. പൊസിഷൻസ്, അപ്പൊ അത് ഫോറിനിലാണെങ്കിൽ പൊസിഷൻസ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുക. താഴെ 5 പേജ് ഉണ്ടായിരിക്കും അല്ലെ, 5 മെനു ഉണ്ടായിരിക്കും. അതിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുക പൊസിഷൻസ്. പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ടോപ്പിൽ പോയ ഹോൾഡിങ്സ് ആണ് കിടക്കണമെങ്കിൽ അത് കാണില്ല, അത് മാറ്റി സ്വിച്ച് ചെയ്ത് പൊസിഷൻസ് ആക്കുക. ഹോൾഡിങ്സും പൊസിഷൻസുമായിട്ടാണ് കിടക്കണ്ടാവുക. പൊസിഷൻസ് ആക്കിയിട്ട് അതുമ്മ ക്ലിക്ക് ചെയ്യുക. അതുമ്മ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കുക. മൊബൈലിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഈ പൊസിഷൻസിൽ പോയിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങളത് ഫോളോ ചെയ്തോ. മൊബൈലില് ഒന്നുകൂടെ പറഞ്ഞ സാറ്, ഒന്നുകൂടെ പറയും. മൊബൈലിന്റെ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഇട്ടിട്ടില്ലല്ലോ? മൊബൈൽ ഞാൻ പറഞ്ഞുതരാം, നോക്കി വെച്ചോ. മൊബൈലില് താഴെ ഡാഷ്ബോർഡ്, വാച്ച് ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, പ്രൊഫൈൽ 5 പേജാണ് കാണാം. അതില് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിൽ 4ാമത്തെ പേജിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? അതില് ടോപ്പിൽ ഹോൾഡിങ്സ്, പൊസിഷൻസ് 2 പേജായിട്ട് കാണും. അതിൽ പൊസിഷൻസ് ക്ലിക്ക് ചെയ്യാം. ചിലർക്ക് അത് മാറി ഹോൾഡിങ്സ് ഒക്കെ ആയിട്ടായിരിക്കും ആദ്യം കാണാം. അപ്പൊ പൊസിഷൻസ് തന്നെ ആണെന്ന് ഉറപ്പ് വരുത്താം. അപ്പൊ അതിൽ ഓൾറെഡി നമ്മളുടെ എന്താ പറയാ, ഓൾറെഡി നമ്മളുടെ ട്രേഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമൊന്ന് ക്ലിക്ക് ചെയ്യാം. സിംഗിൾ ക്ലിക്ക് ചെയ്താൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പൊ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തത് ഓൾറെഡി സെല്ലാണെങ്കിൽ ഇനി ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രീൻ ടാബാണ് കാണാം. ടോപ്പിൽ ബൈ എന്ന് കാണാം, ബൈ. അപ്പൊ അതില് ഇൻട്രാഡേ ഓൾറെഡി സെലക്ട് ആയി കിടക്കണ്ടാവും.
അതിന്റെ അടിയിൽ SLL എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അല്ലെ, ലിമിറ്റ് മാർക്കറ്റ് SLL. SLL ക്ലിക്ക് ചെയ്യാം. അപ്പൊ 2 പ്രൈസ് കാണാൻ പറ്റും. അപ്പൊ ആ 2 പ്രൈസ് കാണരുത്. അതിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ക്വയറിൽ ടിക്ക് ഇടാം. അപ്പൊ ഒറ്റ പ്രൈസേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒറ്റ പ്രൈസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ പ്രൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൈസ് എഡിറ്റ് ചെയ്യാം. ആ പ്രൈസ് സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നോ ഇവിടെ നോക്കിയിട്ട് വെക്കുക. എത്രയാണ്? 1278 രൂപ 10 പൈസ. ആ സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഓർഡേഴ്സിൽ വന്നിട്ട് ഇപ്പൊ ഞാനിതൊന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? സെല് ചെയ്തു. മാർക്കറ്റ് ഓർഡറിനാണ് സെല് ചെയ്തത്. ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്. സെല്ല് കൊടുത്തു. അപ്പൊ ഇവിടെ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കണം. അതിനുശേഷം നമ്മൾ പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ആ ഓർഡർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈലിലാണെങ്കിൽ എക്സിറ്റ് കൊടുത്തു. എക്സിറ്റിൽ SLM ചൂസ് ചെയ്യണം ആദ്യം. വേറെ ഒന്നും നമ്മൾ മാറ്റം വരുത്തണ്ട. SLM ചൂസ് ചെയ്തിട്ട് ആ പ്രൈസ് അവിടെ അടിച്ചു കൊടുത്താൽ മതി അല്ലെ. മൊബൈലിലാണെങ്കിൽ SLL ഉണ്ടാവുള്ളൂ, പ്ലസ് മാർക്കറ്റ് എന്ന് പറയുന്നതിൽ ടിക്ക് ഇടണം. ഓക്കെ. അപ്പൊ അതിനുശേഷം പ്രൈസ് എത്രയാണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 1278 രൂപ 10 പൈസ. 1278 രൂപ 10 പൈസ അല്ലെ. 10 പൈസ എന്ന് പറഞ്ഞിട്ട് ബൈ കൊടുക്കണം. ബൈ കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ അത് എക്സിക്യൂട്ടഡ് ആവാൻ പാടില്ല, കംപ്ലീറ്റഡ് കാണിക്കാൻ പാടില്ല. പെൻഡിങ് എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്. ഓർഡർ ഈസ് പെൻഡിങ്. അപ്പൊ നമുക്ക് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് മാനുവലി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലാസ്റ്റ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചത് ആ മാർക്കറ്റ് സ്ക്വയറിന്റെ നേരെയുള്ളത്, അതിന് മുകളിൽ ട്രിഗർ പ്രൈസ് ഇല്ലേ? അപ്പൊ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണ്ടേ? ഇല്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആകെ കൂടി ഒരു പ്രൈസ് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ക്വയർ ബോക്സ് നമ്മൾ ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ 2 പ്രൈസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ടിക്ക് ഇടുക. അങ്ങനെ ടിക്ക് ഇടുമ്പോഴാണ് അത് SLM ഓർഡർ ആവുന്നത്. ഇപ്പൊ ഇവിടെ 4 ഓർഡർ ടൈപ്പ് കാണിക്കുന്നുണ്ടല്ലോ, അതിൽ SLM ഓർഡർ ആവുന്നത് ആ ടിക്ക് ഇടുമ്പോഴാണ്. അത് ഓരോ ബ്രോക്കേഴ്സിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ബ്രോക്കറിൽ മൊബൈൽ വ്യൂവിൽ 3 ഓർഡറെ കാണാൻ പറ്റുള്ളൂ. ഈ SLM ഓർഡർ അവിടെ ഇല്ല. അതിന് പകരമാണ് ആ മാർക്കറ്റ് ഒരു സ്ക്വയറും വെച്ചിരിക്കുന്നത്. ഈ SLM ഓർഡർ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നതിന്റെ അതേ എഫക്റ്റ് ആണ് SLL പ്ലസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ടിക്ക് ഇട്ടാല്. അപ്പൊ നമുക്ക് ആ കൂടി ഒരു പ്രൈസ് മാത്രം അവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. കണ്ടോ? ഇവിടെ മുകളിലത്തെ പ്രൈസ് അറ്റ് മാർക്കറ്റ് എന്നാണ് കാണിക്കുന്നത്. ഒരു പ്രൈസ് മാത്രമേ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആ പ്രൈസ് അടിച്ചു കൊടുത്തിട്ട് തിരിച്ച് ബൈ ചെയ്യാം. ബൈ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി പ്രൈസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബൈ ആവില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അവിടെ മാർക്കറ്റ് എത്തിയാലേ ബൈ ആവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ മറ്റുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിൽ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈ സെറ്റപ്പ് ആണ് കണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ സെൽ സെറ്റപ്പ് ആണ് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ്, നമ്മൾ മേടിച്ച പ്രൈസിന്റെ താഴെയായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായി? നമ്മൾ മേടിച്ച പ്രൈസിന്റെ മേലെയാണ് അല്ലെ. അത്ര വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് ടാർഗറ്റ് വെക്കുന്നത് നോക്കിയാലോ. സ്റ്റോപ്പ് ലോസിന്റെ പാർട്ട് ആർക്കെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോയാൽ മതി. എല്ലാവരും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചോ? സ്റ്റോപ്പ് ലോസ് വെച്ചു. പക്ഷെ ട്രേഡിംഗ് വ്യൂവിൽ ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ തിരിച്ചു വന്നു. ഇപ്പൊ 3 മിനിറ്റ്സിന്റെ ചാർട്ടാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 15 മിനിറ്റിന്റെ ചാർട്ടിലേക്ക് നമ്മൾ മാറ്റാണ്. നമ്മൾ 15 മിനിറ്റിൽ ഈ ബെയറിഷ് മർബസു കണ്ടിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പൺ പ്രൈസും ക്ലോസ് പ്രൈസും ആദ്യം തന്നെ നമ്മൾ ഒരു റെഡ് കളറുള്ള ലൈനും ബ്ലൂ കളറുള്ള ലൈനും ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ തെറ്റ് പറ്റരുത്. ക്യാൻഡിൽ ഏതാണോ അതിന്റെ ഓപ്പൺ പ്രൈസ് ആണ് നമ്മൾ റെഡ് കളറായിട്ട് വരയ്ക്കുന്നത്.
അത് ഗ്രീൻ കളർ ആയാലും ശരി, ബുള്ളിഷ് മർബസും ആയാലും ശരി, ബെയറിഷ് മർബസും ആയാലും ശരി, അതിലൊരു മാറ്റമില്ല. ഓപ്പൺ ഇസിക്കൽ ടു റെഡ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓപ്പൺ പ്രൈസ് ആണ് നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ബെയറിഷ് മർബസുവിന്റെ കേസിൽ നമ്മൾ ഷോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ പ്രൈസ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി നമ്മൾ ക്ലോസ് പ്രൈസ് അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രൈസ് നമ്മൾ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോപ്പിൽ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. അതെടുത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt+H ആണ്. നിങ്ങൾ മൗസ് വെച്ചിട്ട് Alt+H അടിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ H അടിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ലൈൻ വരും. ഓക്കെ, അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 15 മിനിറ്റിന്റെ ഓപ്പൺ പ്രൈസ് നമ്മൾ റെഡ് മാർക്ക് ചെയ്തതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റോക്കിൽ നമ്മൾ ഈ ലൈൻ വരച്ചാൽ പിന്നെ ഈസിയാണ്. കാരണം എന്താ, ഇവിടെ ഒരു പ്രൈസ് കാണാം അല്ലെ, 1278 രൂപ 10 പൈസ. അതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ടാർജറ്റ് വെക്കാൻ പോവാണ്. ടാർജറ്റ് കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? നമ്മൾ ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തിട്ട് എവിടെ നിന്നാണോ എൻ്റർ ചെയ്തത് അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ആദ്യം ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തിട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ അത് നമുക്ക് എൻട്രി പോയിന്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യണം. എന്നാലാണ് നമുക്ക് എക്സാക്ട് എൻട്രി പോയിന്റ് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ ഈ ബ്ലൂ ലൈനിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഈ കാൻഡിലിന്റെ ക്ലോസിൽ. അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അളക്കുന്നു, എത്ര രൂപയാണെന്ന് നോക്കുന്നു, 17 രൂപ. ആ 17 രൂപ തന്നെ താഴത്തേക്ക് നമ്മൾ ടാർജറ്റ് വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ ഈ 17 രൂപ നോക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് നമ്മൾ ഈ നടുക്കുള്ള 1 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുന്നത്. ഇതിനെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. 1 എന്നാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ട 0.55, 0.60, 70, 80 അങ്ങനെ 1 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇതിനർത്ഥം സ്റ്റോപ്പ് ലോസ് എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ തുല്യ ദൂരമാണ് ടാർജറ്റിലേക്ക് എന്നാണ്. മനസ്സിലായോ? ആ സ്റ്റോപ്പ് ലോസും ടാർജറ്റും ആദ്യം തന്നെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ നോക്കിയിട്ട് എൻ്റർ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 1278 രൂപ 10 പൈസ. ടാർജറ്റ് എത്രയാണ്? 1243 രൂപ 40 പൈസ അല്ലേ? സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ടാർജറ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ അതില്? അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടാർജറ്റ് വെക്കാം. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തംസപ്പ് അടിക്കാവോ? മൂന്ന് പേർക്ക് ക്ലിയർ ആയുള്ളൂ. 4. ക്ലിയർ അല്ലാത്തവർ ചോദിച്ചു, ഒരു മണിയും വിചാരിക്കണ്ട. ബിഗിനേഴ്സിന് ഇത് പല ആവർത്തി കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നോ ഇഷ്യൂ. ഓക്കെ, അപ്പോ കുറച്ചൊക്കെ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് ബോർ അടിക്കണ്ടാവും. അപ്പോ വെയിറ്റ് ചെയ്യുക. ബിഗിനേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം അല്ലെ. അപ്പൊ ഇനി ടാർജറ്റ് വെക്കാം. ടാർജറ്റ് ഇവിടെ നോക്കി വെച്ചേക്കാം. 1243 രൂപ 60 പൈസ അല്ലെങ്കിൽ 40 പൈസ. ആ ചില്ലറ പൈസയിൽ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും വിഷയമല്ല. അത് നിങ്ങൾ ചാർട്ട് സൂം ചെയ്ത് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം അളക്കാൻ നോക്കുക. അപ്പൊ ഇനി ടാർജറ്റ് വെക്കാം. ടാർജറ്റ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് പൊസിഷൻസിൽ പോയിട്ട്, ഓർഡേഴ്സിലല്ല, തെറ്റരുത്, പൊസിഷൻസിലാണ് പോകേണ്ടത്. ഓർഡേഴ്സിൽ പോയിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ എക്സിറ്റ് കാണാൻ പറ്റില്ല. പൊസിഷൻസിൽ പോയിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് കാണാം. പല ആൾക്കാർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്, ഓർഡേഴ്സിൽ പോയിട്ട് തപ്പിക്കൊണ്ടിരിക്കും. പൊസിഷൻസിൽ പോയാലേ എക്സിറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി സെല്ലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് ബൈ ചെയ്യണം. അപ്പോൾ ചില ബ്രോക്കേഴ്സിൽ ബൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മൾ വാങ്ങി, ഇനി നമ്മൾ വിൽക്കാം. നമ്മൾ ഓൾറെഡി വിറ്റു, അതായത് ഷോർട്ട് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു വാങ്ങാൻ പോവാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് വാങ്ങണ്ട, ഒരു പെർട്ടിക്കുലർ പ്രൈസ് എത്തുമ്പോൾ നമുക്ക് തിരിച്ചു വാങ്ങിയാൽ മതി. അപ്പൊ ബൈ ടാബ് ആണ് വരിക. ഇൻട്രാഡേ ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ കൂടി നോക്കേണ്ടത് എന്താണ്? ടാർജറ്റ് വെക്കണമെങ്കിൽ ഇതിൽ ഏത് ഓർഡറാണ് നമ്മൾ ചൂസ് ചെയ്യുക? ടാർജറ്റ് വെക്കാൻ ഏത് ഓർഡർ ചൂസ് ചെയ്യാം?
ലിമിറ്റ് ലിമിറ്റ് അല്ലെ? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത Limit ആണോ? വിചാരിക്കുന്നു. ലിമിറ്റ്. അപ്പൊ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യുക, അതിനുശേഷം പ്രൈസ് അടിച്ചു കൊടുക്കുക. പ്രൈസ് ആദ്യം അടിച്ചിട്ട് ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ വീണ്ടും മാറും. അപ്പൊ നമ്മളിവിടെ പ്രൈസ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് ഓർഡർ പോയി ചൂസ് ചെയ്താൽ വീണ്ടും പ്രൈസ് മാറും. അപ്പോൾ പ്രൈസ് ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്തതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കുക. എത്രയാണ് പ്രൈസ്? 1243.60. 1243.60. അത് 60 എന്നുള്ളത് 50 ആയാലും വലിയ വിഷയമൊന്നുമല്ല. 10 പൈസ വ്യത്യാസം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ലിമിറ്റ് ബൈ ചെയ്യാം. അപ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ്. ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് ഓർഡർ ആക്കാൻ മറന്നുപോയി. പ്രൈസിന് വാങ്ങും, മാർക്കറ്റ് ഓർഡറിന് വാങ്ങും. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് അല്ലേന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഒരു ക്രോസ് ചെക്കും കൂടി നമുക്ക് നടത്താം. ഓർഡേഴ്സിൽ പോയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ആദ്യം വെച്ചത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടും ടാർജറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടും കാണണം. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം വെച്ചതാണ് രണ്ടാമത് കിടക്കണ്ടാവുക. ഏറ്റവും ലേറ്റസ്റ്റ് കിടക്കുന്നത് നമ്മുടെ ടാർജറ്റ് ആണ്. ഏറ്റവും മേലെ കിടക്കുന്നത് നമ്മുടെ ടാർജറ്റ് ആണ്. അത് സ്റ്റാറ്റസ് ഓപ്പൺ ആയിട്ട് കിടക്കണ്ടാവും. സ്റ്റോപ്പ് ലോസ് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസിനേക്കാളും സ്റ്റോപ്പ് ലോസ് ആദ്യം വെച്ചത് എവിടെയായിരിക്കണം? മേലെ ആയിരിക്കണം. 1264 മേലെയല്ലേ 1278. ഇനി ടാർജറ്റിന്റെ കേസിലോ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, അതായത് LTPക്കാളും താഴെ ആയിരിക്കണം ടാർജറ്റ്. കാരണം എന്താ? നമ്മളുടെ ഷോർട്ട് പൊസിഷനാണ്. അപ്പോൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസിനേക്കാളും, അതായത് സ്പോട്ട് പ്രൈസിനേക്കാളും താഴെ ആയിരിക്കണം ടാർജറ്റ്, മേലെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. രണ്ടും ബൈ അല്ലേ, ഇൻട്രാഡ തന്നെയല്ലേ, അത് ഒന്നും തെറ്റാൻ ചാൻസ് ഇല്ല, വൺ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ പോയിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം ടേബിൾ വിടാൻ. മനസ്സിലായോ? ഇതൊരു ട്രേഡിങ്ങിന്റെ ഒരു ഹാബിറ്റ് ആണ്. കാരണം നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. 1200 അടിക്കുന്നതിന് പകരം 1100 അടിക്കാം, 73 അടിക്കുന്നതിന് പകരം 23 അടിക്കാം. അപ്പൊ ഒക്കെ വലിയ പൈസക്ക് ചെയ്യുമ്പോൾ അത് എറേഴ്സ് വരും അല്ലെ? പല തുള്ളി പെരുവെള്ളം പോലെ നമ്മുടെ പ്ലാൻസുകളൊക്കെ മാറും. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കുക. അതിനുശേഷം വന്ന ഓർഡേഴ്സിൽ അതൊന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. ഏകദേശം ഇത്ര അകലെ തന്നെയല്ലേ, താഴെയല്ലേ, മേലല്ലേ, കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എക്സിക്യൂഷൻ പാർട്ട് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇത് ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ബാച്ച് 96 ആണ്. ഇനി അടുത്ത ബാച്ച് തുടങ്ങി 95 കൂടി ഇതിൽ ജോയിൻ ചെയ്യും. കാരണം അവർക്ക് ഓൾറെഡി ബേസിക് എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ തറമാക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ 2 ബാച്ചുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നാളെ നമുക്ക് ചൊവ്വാഴ്ച ഇൻട്രാഡേ ലൈവ് ഇല്ല. അപ്പൊ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡ് ഒരു ക്വാണ്ടിറ്റി വെച്ച് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതൊരു ക്വാണ്ടിറ്റി വെച്ചു, അതിന് സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർജറ്റ് വെച്ചു, പൈസയിൽ ഫോക്കസ് ചെയ്യണ്ട. അത് കുറച്ച് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അടുത്ത ബുള്ളിഷ് മറബസു തപ്പി നടന്നു. അത് ഒരെണ്ണം കിട്ടുമ്പോൾ അത് ഒരെണ്ണം ക്രോസ് ചെയ്ത് കാണുന്ന സമയത്ത് അതൊരെണ്ണം ബൈ ചെയ്തു, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു, മേലെ ടാർജറ്റ് വെച്ചു, അത് ഓക്കെ ആണോ എന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. വീണ്ടും അടുത്തൊരു ബെയറിഷ് മറബസു കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, അതിന് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഷോർട്ട് ചെയ്തു, മേലെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർജറ്റ്. ഇതിങ്ങനെ മാറി മാറി നിങ്ങളൊരു 3 or 4 പ്രാവശ്യം ചെയ്തൊന്ന് ഫ്ലുവന്റ് ആവും. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഡൗട്ട്സുകൾ മാക്സിമം വരാതിരിക്കണം. കാരണം അടുത്ത ക്ലാസ്സിൽ പുതിയ പുതിയ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാണും. വെനസ്ഡേ ആണോ? മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ എന്താ പറയാ ഇൻട്രാഡേ ക്ലാസ്. ഓക്കെ, അപ്പൊ അതിനി നമുക്ക് ഓരോ ആഴ്ചകളിലും പുതിയ ബാച്ചസ് വരുമ്പോൾ എക്സിക്യൂഷൻ അതുപോലെ സ്ട്രാറ്റജി ഇതായിരിക്കും നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ഡിസ്കസ് ചെയ്യുക. അടുത്ത തിങ്കൾ ബുധൻ വെള്ളി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഇതിൽ പല പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അല്ലെ? മാർക്കറ്റ് മുകളിലേക്ക് ആണെങ്കിൽ മുകളിലേക്ക് മാത്രം ഉള്ള ബുള്ളിഷ് മർബസു നമുക്ക് എടുക്കാൻ നോക്കാം. മാർക്കറ്റ് ജനറലി താഴത്തേക്ക് ആവാനാണ് സാധ്യത എങ്കിൽ ബാരിഷ് മർബസുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ നമ്മൾ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് നടത്തിയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള മാർക്കറ്റുകൾ എങ്ങനെയാണ്
അതുപോലെ ചില ഇൻഡിക്കേറ്റേഴ്സുകൾ ഉണ്ട്, നമുക്ക് സൂചന തരുന്ന നിഫ്റ്റി മുകളിലേക്കാണോ താഴ്ത്തേക്കാണോ എന്ന് പോകാൻ സാധ്യത എന്ന് സൂചന തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഇതിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് ഇതേ സ്ട്രാറ്റജി തന്നെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് വരും. അപ്പൊ ബേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇതുവരെ ചാർട്ട് നോക്കിയിട്ടല്ല തീരുമാനം എടുക്കണേ, വെറുതെ ഒരു ബയറിഷ് മാർബസ് ആണോ ബുള്ളിഷ് മാർബസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടാണ് തീരുമാനം എടുക്കണേ. ഇനി നമ്മൾ പതുക്കെ പതുക്കെ ചാർട്ടുകൾ നോക്കാൻ തുടങ്ങും അല്ലെ. മാർക്കറ്റ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഒരുപാട് ഇനി കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇത് നമ്മൾ എടുക്കില്ല എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ക്യാൻഡില് നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതിപ്പോ മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകാൻ സാധ്യത എന്ന് ടോട്ടൽ ചാർട്ടും മാർക്കറ്റ് സ്ട്രക്ചറും നിങ്ങൾ പല പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രെൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ചാർട്ട്, മൾട്ടി ടൈം ഫ്രെയിം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതേ സ്ട്രാറ്റജിയിൽ ബൈ ചെയ്യണോ സെല് ചെയ്യണോ, ഇത് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബുള്ളിഷ് മാർബസ് വന്നതുകൊണ്ട് മാത്രം ബൈ ചെയ്യാൻ നല്ലതാണോ എന്നുള്ളതൊക്കെ ഡിസ്ക്രിഷണറി ആയിട്ട് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ അതിങ്ങനെ ലൂപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് ഈ ഒരു സ്ട്രാറ്റജിയുടെ കോർ അല്ലെങ്കിൽ എസെൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബുള്ളിഷ് മർബസ് എന്ന് പറഞ്ഞാൽ മുകളിൽ വിൽക്കില്ലെങ്കിൽ അത് ആ സൈഡിലേക്ക് തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാവിലെ ആദ്യത്തെ 15 മിനിറ്റിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അത് കൂടുതൽ നിശ്ചയിക്കുന്നത് പ്രീ മാർക്കറ്റ് ഓർഡേഴ്സ് ആണ്. അതുപോലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ്. അപ്പൊ അവര് എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് പലപ്പോഴും ആ ഡയറക്ഷനിലേക്ക് തന്നെ പോകാൻ ഉള്ള ചെറിയൊരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിനെയാണ് നമ്മൾ പ്രോബബിലിസ്റ്റിക്കലി ഒരു സ്ട്രാറ്റജിയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആചാരം പോലെ കറക്റ്റ് ആയിട്ട് അത് അനുവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്ക് പോലും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു 90%ഓ 80% ഒന്നും വിന്നിങ് റേറ്റ് ഇല്ല. ഒരു പ്രൊഫഷണൽ ട്രേഡർ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മൾട്ടിപ്പിൾ ട്രേഡ്സുകൾ കൊണ്ടാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു 5 ദിവസമോ 10 ദിവസമോ കൊണ്ടോ ഈ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കരുത്. മിനിമം ഒരു 100 ട്രേഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ട്രാറ്റജിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനു മുമ്പ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. മുമ്പ് ഒരു 100 ദിവസം ഇതുപോലുള്ള ബുള്ളിഷ് മാർബസ് ഇതേ അനുപാതത്തിൽ നമ്മൾ 15 മിനിറ്റിന്റെ ചാർട്ട് എടുത്തിട്ട് 3 മിനിറ്റിന്റെ ക്ലോസ് സംഭവിക്കുമ്പോൾ വാങ്ങിയിരുന്നെങ്കിൽ താഴെ സ്റ്റോപ്പ് ലോസും മേലെ ടാർഗറ്റും വെച്ച് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ അതിൽ എത്ര എണ്ണം വിജയിക്കുമായിരുന്നു, എത്ര എണ്ണം പരാജയപ്പെടുമായിരുന്നു എന്നുള്ളൊരു കണക്ക് സ്വയം എടുക്കാൻ ശ്രമിക്കുക. അതിനെയാണ് ബാക്ക് ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു 55-58 ട്രേഡുകളാണ് വിജയിക്കുള്ളൂ. ബാക്കി 42, 48, 45, 42 ട്രേഡുകൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിലൂടെ ഓരോ 100 ട്രേഡ് ചെയ്യുമ്പോഴും ഒരു 58 ട്രേഡ് വിജയിക്കുകയാണെങ്കിൽ 42 ട്രേഡ് പരാജയപ്പെടുകയാണെങ്കിലും നമുക്ക് 8 ട്രേഡിന്റെ പ്രോഫിറ്റ് അല്ലെ, 8-50 മുതൽ 8 വരെ 58, 8-8 16 ട്രേഡിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും 100 ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 1% റിസ്ക് ആണെങ്കിൽ നമുക്ക് 16%, 2% റിസ്ക് ആണെങ്കിൽ 32%മാണ് കിട്ടുക. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഇതുപോലുള്ള സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജികളെ കാണാൻ. ഇതൊരു പ്രോബബിലിസ്റ്റിക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് വളരെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്, അധികം എഫേർട്ട് ഇല്ല, വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ട്രേഡ് എടുത്തതിന് ശേഷം കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ഫ്രീ ആവാം അല്ലെ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ സ്ട്രാറ്റജി അതുപോലെ തന്നെ എക്സിക്യൂഷൻ പാർട്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങി നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഫ്ലുവൻ്റ് ആയിട്ട് വരാം. പതുക്കെ പതുക്കെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ടിപ്സുകൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ആ നിഫ്റ്റി 30-യിലുള്ള സ്റ്റോക്സുകൾ പടപടാന്ന് നമ്മൾ സ്കാൻ ചെയ്യുന്നു, തീരുമാനം എടുക്കുന്നു, ട്രേഡ് ചെയ്തോളാൻ പറയുന്നു. അപ്പൊ അടുത്ത 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം അടുത്തൊരാഴ്ചയിൽ അല്ലെ. അങ്ങനെ നിങ്ങൾ 2 ആഴ്ച പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എത്ര നേരം വേണം ഇത് ട്രേഡ് ചെയ്യാൻ? 9:30 പാനലിന്റെ മുമ്പിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് പാനലിന്റെ മുമ്പിൽ വരുന്നു, നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ വരുന്നു. 9:30 കഴിഞ്ഞാൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 to 9:35
35 നിങ്ങൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അത് ആ ഒരു ഫ്ലുവൻസി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പ്രതീക്ഷിക്കരുത്. ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ അതിന്റെ കീ എവിടെയാണ് ഇരിക്കുന്നത്? അത്രയും 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിയണമെങ്കിൽ സ്കാനിങ്ങും ചെയ്ത് കഴിയണം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് എനിക്ക് പോകണം. അപ്പൊ അതിലേക്ക് ആ സ്പീഡിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ 30 ചാർട്ട്സുകൾ ഞാൻ പറഞ്ഞത് ലോഡ് ചെയ്തിടുക, അത് നെക്സ്റ്റ് അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ സ്പേസ് ബട്ടൺ അടിച്ചാൽ മതി അല്ലെ. മൊബൈലിലാണെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എൻട്രിയും അത് പടപടാന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി ബ്രെയിൻ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. നമ്മളൊരു സെൽ എൻട്രി ആണെങ്കിൽ മേലെ സ്റ്റോപ്പ് ലോസ്, താഴെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് SLM ഓർഡർ, ടാർഗറ്റ് ലിമിറ്റ് ഓർഡർ, അത് ക്രോസ് ചെക്ക് ചെയ്യണം. കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഫ്ലുവൻസിയിലേക്ക് എത്തണമെങ്കിൽ മിനിമം നമുക്കൊരു 2 വീക്സ് വേണ്ട വരും. പ്രത്യേകിച്ച് ട്രേഡിംഗ് ആദ്യമായിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റോക്ക് ആപ്പ് ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കും ഇതിനു മുമ്പ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് കൃത്യമായി വെക്കണത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കും, അത്യാവശ്യം അറിയാവുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇനിയുള്ള സമയം നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാർ ഒരു ഡൗട്ട് ചോദിക്കാം. ഹലോ, ഹലോ, നമ്മളിപ്പോ ഇന്ന് ആക്സിസ് ബാങ്കിന്റെ നോക്കിയപ്പോഴേ അതിൽ നമ്മളൊരു ഹലോ പറഞ്ഞു ശ്രീലക്ഷ്മി പറഞ്ഞു ക്ലിയർ ആയിട്ട് കേൾക്കാം, ഒന്നുകൂടി പറയാമോ? നമ്മളിന്ന് ആക്സിസ് ബാങ്കിന്റെ ട്രേഡിംഗ് വ്യൂവിൽ നോക്കിയപ്പോ അതിലൊരു ബയറിഷ് മറബൂസ് കണ്ടു. അങ്ങനെയാണല്ലോ ഷോർട്ട് സെൽ ചെയ്തത്. പക്ഷെ അതില് കഴിഞ്ഞ ദിവസത്തെക്കാൾ ഒരുപാട് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. എന്താ അങ്ങനെ വരുന്നത്? അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ന് വിളിക്കുക അല്ലെ. അപ്പോ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിന്റെ ഒരുപാട് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മാർക്കറ്റ് ഹെവി ബെയറിഷ് ആണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനാക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സിലുള്ള ടൈമിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങളാണ്. ഇനാക്റ്റീവ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയം, അതായത് ഫ്രൈഡേ 3:30 മുതൽ മൺഡേ 9:15 വരെയുള്ള മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങള്, പല സ്റ്റോക്സുകളിൽ റിലീസ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, FIIs DIs ഒക്കെ തീരുമാനം എടുക്കുന്നതിനനുസരിച്ചാണ് ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടാവുന്നത്. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും അനുപാതം ബേസ് ചെയ്തിട്ടാണ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ വരാനുള്ള സാധ്യത. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 2 കോടി ബയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 1 കോടി സെല്ലേഴ്സ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മിക്കതും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും വരിക. ഇനി 2 കോടി സെല്ലേഴ്സ് ഉണ്ട്, 1.5 കോടി ബയേഴ്സ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും വരാം, ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും വരാം. അപ്പൊ വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്താണ് അർത്ഥം? ആ വലിയ ഇംബാലൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ബയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സെല്ലേഴ്സ് വളരെ സ്ട്രോങ് ആണ് അല്ലെ. അപ്പോ ഇതാണ് ഈ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഇംബാലൻസ് ആണ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അത് വീക്കെൻഡ്സിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം എന്താ, വീക്കെൻഡ്സിൽ ഇനാക്റ്റീവ് അവേഴ്സ് വളരെ കൂടുതലാണ് അല്ലെ. 2 ദിവസവും അത് എക്സ്ട്രാ ഹവേഴ്സും ഉണ്ട്. അതായത് അപ്രോക്സിമേറ്റ്ലി 3 ഡേയ്സോളാണ് ആ ഇനാക്റ്റീവ് അവേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും മൺഡേസിൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്ന് വിചാരിച്ച് മാർക്കറ്റിൽ സെല്ലേഴ്സ് വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിച്ച് മാർക്കറ്റ് ഇത് ഓപ്പൺ ചെയ്ത് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും താഴത്തേക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോ താഴത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഇത് എന്താ പറയാ, സാധാരണ കണ്ടുവരാറ് ഒരു ബെയറിഷ് മറബസും ആണെങ്കിൽ ആ ദിവസം കുറച്ച് ടെൻഡൻസി കൂടുതൽ ആ ഡയറക്ഷനിലേക്ക് തന്നെ പോകാനാണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ മാക്സിമം ഇതൊന്നും നാളെ നമുക്ക് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങളിപ്പം ട്രേഡിംഗ് വ്യൂവിൽ സെറ്റപ്പ് വെച്ച് കഴിഞ്ഞ് നമ്മൾ 3 മിനിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എത്രാമത്തെ ക്യാൻഡിലാണ് നമ്മൾ ശരിക്കും ക്രൂഷ്യൽ ആയിട്ട് നോക്കേണ്ടത്? 15 മിനിറ്റിന്റെ ആദ്യത്തെ ക്യാൻഡിൽ, അതായത് അതിന് താഴെ ഡേറ്റ് ഉണ്ടായിരിക്കും 20, ആ ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു.
3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഈ ഒരു എക്സാമ്പിളിൽ അടുത്ത ക്യാൻഡിൽ തന്നെ ആ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ വേണമെന്നില്ല, ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഏത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ 2, 3, 4 ട്രേഡ്സുകൾ നമ്മൾ റെഡ് ലിസ്റ്റിൽ ഇട്ട് വെക്കും. അതിൽ ഏറ്റവും ആദ്യം കട്ട് ചെയ്യണത് നമ്മൾ ബൈ ഓർ സെല്ല് ചെയ്യും. ആദ്യത്തെ ഒരു 1/2 മണിക്കൂറിനുള്ളിലെങ്കിലും കട്ട് ചെയ്താൽ ബെറ്റർ. അതല്ലെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കുറവാണെന്നാണ് അർത്ഥം. ഇപ്പൊ സാധാരണ നിലയ്ക്ക് നമുക്ക് ഒരു 4 or 5 സ്റ്റോക്സുകൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽസിൽ തന്നെ കട്ട് ക്രോസ് സംഭവിക്കാറുണ്ട്. അതിന്റെ വിക്കിലല്ലല്ലോ നോക്കണ്ട, അത് ക്ലോസ്ഡ് ബോഡിയിലല്ലോ നോക്കണ്ട നമ്മൾ കട്ട് ചെയ്യുന്ന എവിടെയാണെന്നുള്ളത്. അതെ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 1, 2, 3, 4, 5 ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. 6ാമത്തെ ക്യാൻഡിൽ തന്നെ താഴേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷോർട്ട് ചെയ്യരുത്. ഒരു ക്യാൻഡിൽ ക്രോസ് ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്യണം. അതായത് അടുത്ത ക്യാൻഡിൽ അനങ്ങി തുടങ്ങണം, ജസ്റ്റ് ഒന്ന് അനങ്ങി തുടങ്ങണം. അപ്പോഴാണ് നമ്മൾ ആ തീരുമാനം എടുക്കാവൂ. ഷോർട്ട് ചെയ്യാനുള്ള തീരുമാനം അല്ല, അത്ര നേരം വെയിറ്റ് ചെയ്യാം. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നാളെ നിങ്ങൾ മാക്സിമം ഒരു 2-3 ട്രേഡുകൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് അധികം പ്രൈസ് ഉള്ള ട്രേഡുകൾ ചെയ്യണ്ട, നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യണതല്ലേ. അപ്പോ ഈ നിഫ്റ്റി 50 തന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഏതെങ്കിലും 2-3 സ്റ്റോക്കുകൾ, ഫോർ എക്സാമ്പിൾ വിപ്രോ ഉണ്ട്, ടാറ്റ സ്റ്റീൽ ഉണ്ട്, അല്ലെ, അല്ലെങ്കിൽ നിഫ്റ്റി 100 പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് നിഫ്റ്റി 100 ഏറ്റവും റേറ്റ് കുറഞ്ഞ സ്റ്റോക്കുകൾ ചെയ്താലും കുഴപ്പമില്ല. IRFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബജാജ് ഹൗസിംഗ്, HFL ഇതുപോലുള്ള സ്റ്റോക്കുകളൊന്നും ഓർത്ത് വെച്ചേക്കാം. IRFC 88 രൂപയാണുള്ളത്, ബജാജ് ഹൗസ് ഹോൾഡിങ്സ് 86 രൂപയാണുള്ളത്. ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാനൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എത്ര കുറഞ്ഞ വരെയുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത്ര ചില്ലറ പൈസ, നിസ്സാര ചില്ലറ പൈസയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ, അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാന്നുള്ളതല്ല, ഈ കാര്യങ്ങൾ റിയാലിറ്റിയിൽ എങ്ങനെ ഫ്ലുവന്റ് ആവാന്നുള്ളതാണ്. നമ്മളത് എത്ര പഠിച്ചാലും ഓക്കെ ഇത് നമുക്കറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നിട്ട് കാര്യമില്ല. അത് ഫ്ലുവന്റ് ആയിട്ട് ചെയ്യാനൊന്ന് പ്രാക്ടീസ് ചെയ്യാം, അല്ലെ. ഒരു ദിവസം ഒരു 3-4 ട്രേഡ്സുകളെങ്കിലും നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജി തന്നെ വെച്ചിട്ട് നാളെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ട്രേഡ് എടുക്കുക. അത് നിങ്ങൾ ഷോർട്ട് സെല്ലാണ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് മുകളിൽ സ്റ്റോപ്പ് ലോസ്, താഴെ ടാർജറ്റും പ്ലേസ് ചെയ്തിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുക. കുറച്ച് അകലെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പൊ തന്നെ തട്ടിപ്പോകും. അപ്പൊ അത് പെർഫെക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അത് ക്യാൻസൽ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, അടുത്തൊരു ട്രേഡ് എടുക്കുക. അങ്ങനെ ഒരു 3 ബൈയും ഒരു 3 സെല്ലും ചെയ്താൽ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു.